യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുക. ഞാനും ആഷ്മി ആലോചിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോയുടെ ശീതീകരിച്ച മുറി നിൽക്കുമ്പോൾ ഇത്ര ടെൻഷനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ടെൻഷൻ. UDF വോട്ട് ചെയ്ത മുഴുവൻ പ്രവർത്തകർക്കും, കോൺഗ്രസ് പ്രവർത്തകർക്കും, നേതാക്കന്മാർക്കും ഒക്കെ ടെൻഷനാണ്, സ്ഥാനാർത്ഥികൾക്കും ടെൻഷനാണ് അല്ലേ? കാര്യം അവര് മുഖ്യമന്ത്രി ആകും, ആരാകും എന്നുള്ള തീരുമാനം ജനമനസ്സറിഞ്ഞ ആളിനെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അവസാന റൗണ്ടിൽ ആരാണ് വരാൻ പോകുന്നത് എന്തായാലും തീരുമാനമായി എന്നുള്ളത് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, മല്ലികാർജ്ജുന ഖർഗെയുടെ വസതിയിൽ നിന്ന് നമുക്കിപ്പം വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, അവിടെ എന്തെങ്കിലും ഞങ്ങൾ ഈ ഇടവേളയ്ക്ക് പോയതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ? ചെറുതായിട്ടൊരു കാര്യം സംഭവിച്ചത് ഈ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് ജയറാം രമേശ് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അതിൽ ഇപ്പോഴും അവർ പറയുന്നത് ചില സസ്പെൻസ് ഇപ്പോഴും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ എവിടെ വെച്ചാണ് ആ പ്രഖ്യാപനമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയമോ ഒന്നും തന്നെ ഇനിയും നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം, ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ച ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ചർച്ചകളൊക്കെ പൂർത്തിയായെന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെ അല്പസമയം കൂടി അദ്ദേഹം നമ്മളെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വീണ്ടും അദ്ദേഹം ഖർഗെയുടെ വസതിയിലേക്ക് തിരികെ പോവുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശേഷം ഒരു അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു മാധ്യമങ്ങളോട്. അദ്ദേഹം പറഞ്ഞ കാര്യം എവിടെ വെച്ച് ഉണ്ടാകും എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ചെറിയ ചില കൺഫ്യൂഷനുകൾ അത് നിലനിൽക്കുന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൽ വെച്ച ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊക്കെയുള്ള ചില സൂചനകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, പിന്നീട് ഡൽഹിയിൽ വെച്ച് തന്നെ ആകും ആ പ്രഖ്യാപനം ഉണ്ടാകുക എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങളുണ്ട്. ഇപ്പോഴും അക്കാര്യത്തിലാണ് ആ സസ്പെൻസ് തുടരുന്നത്. അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അടക്കം എത്തേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ പ്രഖ്യാപനം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.